ഈ വേനലിനെ അതിജീവിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ് മസാല ലസ്സി. ഇതിൽ മധുരം ചേർക്കാത്തത് കൊണ്ട് ഡയബറ്റിക്കുകാർക്കും കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ്. നമ്മുടെ ദാഹം അകറ്റാം എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ ഒരു ഡ്രിങ്കാണ് മസാല ലസ്സി. അപ്പോൾ ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മസാല ലസ്സി തയ്യാറാക്കുവാനായി മിക്സിയുടെ ജാറ് എടുക്കാം. 1 ഗ്ലാസ് കണക്കിനുള്ള ലസ്സിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ കട്ട തൈര് എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചാട്ട് മസാലയാണ് ചേർക്കുന്നത്. ഏകദേശം 1/2 ടീസ്പൂൺ കണക്കിനുള്ള ചാട്ട് മസാല ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് ഈ ലസ്സിക്ക് നല്ല ടേസ്റ്റ് നൽകും. ഇനി എടുക്കുന്നത് പുതിനയിലയാണ്. ഒരു 5 ഇതൾ പുതിന ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ ആദ്യം ചേർത്ത ചാട്ട് മസാലയിലും ഒരല്പം ഉപ്പ് ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ ഉപ്പ് ചേർക്കാവൂ. ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് തരിയൊക്കെ ഉള്ള കുരുമുളക് പൊടിയാണ് ഇതിന് നല്ലത്. ഇനി 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ലസ്സിക്ക് കൂടുതൽ തണുപ്പ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഐസ് ക്യൂബ്സും ഇതിലേക്ക് ഇടാവുന്നതാണ്. ഇനി മിക്സി ഓൺ ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് ഏകദേശം ഒരു 10 സെക്കൻഡ് മുതൽ 15 സെക്കൻഡ് സമയം വരെ മിക്സ് ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മളിതിൽ ഐസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം അത് മിക്സിയിൽ മിക്സ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ വളരെ എളുപ്പം തന്നെ, വളരെ സിമ്പിളായി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കായ മസാല ലസ്സി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഇത് നമുക്ക് ഒഴിച്ചെടുക്കാം. മിക്സിയിൽ നമ്മളിത് എടുത്തിരിക്കുന്നത് കൊണ്ട് നന്നായിട്ട് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് കുടിക്കാൻ നല്ല രസമായിരിക്കും. ഷെഫ് ജോജി ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഷെഫ് ജോജി യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും പഴയ ഒരുപാട് വീഡിയോകളുണ്ട്. അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.